ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വീടിൻ്റെയൊക്കെ നമ്മുടെ ബെഡ്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 വേ കണക്ഷൻ കൊടുക്കാറുണ്ട്. അതായത് ഒരു ലൈറ്റിനും ഫാനിനും അതായത് 2 വേ കണക്ഷൻ, അതിൻ്റെ കൂടെ തന്നെ ആ 2 കണക്ഷനും അതായത് 2 വേ കണക്ഷൻ വരുന്ന 2 സ്വിച്ചിനും നമ്മൾ ഇൻവെർട്ടറും കൂടി കൊടുക്കാറുണ്ട്. അതായത് മെയിൻ ലൈറ്റും ഒരു ഫാനും ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ 2 വേ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ. അതായത് 2 വേ എന്ന് ഉദ്ദേശിച്ചാൽ 3 പോൾ തന്നെ ഉണ്ടാവും. അതായത് ഒരു സ്വിച്ചിന് തന്നെ 3 പോളുകൾ വരുന്നുണ്ട്. 3 പോൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ, പിന്നെ സെൻറ്ററിൽ, പിന്നെ ഏറ്റവും മുകളിൽ. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്വിച്ച് മുകളിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള സപ്ലൈ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് ഓഫായി കിടക്കുന്ന സമയത്ത് സെൻട്രൽ പോളിൽ നിന്ന് ഏറ്റവും താഴത്തേലായിരിക്കും കോൺടാക്ട്സ് ഉണ്ടാവുക. അങ്ങനെയായിരിക്കും കണ്ടിന്യൂറ്റി കിടക്കുന്നത്. ഏതെങ്കിലും സ്വിച്ച് ഓണോ ഓഫായി ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഓൾറെഡി ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ. പിന്നെ 1 വേ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 വേ സ്വിച്ച് കണ്ടോ, നിങ്ങൾക്ക് തൊട്ടുപുറത്ത് കണ്ട പോലെ തന്നെ 2 പോളുകളാണ് ഉള്ളത്. അതിലേക്ക് നമ്മളെല്ലാം ഫേസാണ് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 വേ സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻവെർട്ടർ ഫേസാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് നമ്മൾ കൊടുക്കുന്നത് 2 വേ സ്വിച്ചിൻ്റെ സെൻറ്റർ പോളിലാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 2 വേ ഒന്നിച്ചുള്ളത് കൊണ്ടാണ് 2 വേ. 2 വേയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ 2 വേ സ്വിച്ചിന് 2 സെപ്പറേറ്റ് വരകൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിലും താഴെയായിട്ട് 2 വരകൾ കണ്ട്. ഈ രണ്ടും 2 വേ സ്വിച്ചാണ്. ബാക്കിയെല്ലാം 1 വേ സ്വിച്ചാണ്. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തേൽ സെക്ഷനിൽ 2 വേ സെക്ഷനിൽ ഇൻവെർട്ടർ ഫേസ് ആണ് കൊടുത്തതെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ ബെഡ് സ്വിച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ആ 2 വേയുടെ കൺട്രോളിങ് വരുന്നത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ലീഡാണ് കൊടുക്കേണ്ടത്. അതായത് ഫാനിൻ്റെ ലീഡ്, ഫാനിലേക്കുള്ള സപ്ലൈ ആണ് കൊടുക്കേണ്ടത്, അത് ലൈറ്റിലേക്കുള്ള സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റൂമിൻ്റെ എൻട്രൻസിൽ നമ്മൾ 2 വേ സ്വിച്ചിൽ കൊടുക്കുമ്പോൾ സമയത്ത് ഫേസ് കൊടുക്കുക. ബെഡ് സ്വിച്ചിൽ വരുന്ന സമയത്ത് അതായത് കട്ടിലിൻ്റെ സൈഡ് വരുമ്പോൾ അവിടെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് കൊടുക്കുക, ഫാൻ ആണെങ്കിൽ ഫാൻ കൊടുക്കുക. ആ 2 2 വേ ആണ് നമ്മളിവിടെ കൺട്രോളിങ് വരുന്ന. ആദ്യത്തെ നമ്മൾ എൻട്രൻസിൽ പറഞ്ഞ ആ 2 വേയുടെ 2 വയറുകൾ നമ്മൾ മുകളിലും താഴെയായിട്ടാണ് 2 വേ സ്വിച്ചിൽ കൊടുത്തു. അതിനുശേഷം ആദ്യത്തെ 2 വേ എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ, രണ്ടാമത്തെ 2 വേ ഫാനിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ആദ്യത്തേൽ നമ്മൾ കൊടുത്തത് സെൻട്രലാണ്. ആ സെൻട്രൽ പോളിലാണ് നമ്മൾ ഫേസ് കൊടുത്തതെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ പോളിൽ ലീഡ് കൊടുക്കണം. ലീഡ് എന്ന് ഉദ്ദേശിച്ചാൽ ഏതാണോ ലൈറ്റ് ഏതാണോ ഫാനാണോ അതിലേക്ക് പോയിരിക്കുന്ന സപ്ലൈ. ന്യൂട്രൽ കോമൺ ആയിട്ട് പോകുന്നതുകൊണ്ട് ന്യൂട്രലിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ന്യൂട്രൽ നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ വരുന്ന കൺട്രോളിങ്ങിൽ വരുന്ന ലീഡിലേക്ക് പോകുന്ന, അതായത് ഫേസിലേക്ക്, ഫേസ് എന്ന് ഉദ്ദേശിച്ചാൽ ഫാനിലേക്ക് പോകുന്ന, ലൈറ്റിലേക്ക് പോകുന്ന ലീഡാണ് ഇവിടെ കൊടുക്കുന്നത്. ബാക്കി രണ്ട് സെൻട്രൽ പോളുകൾ കൂടാതെ ഏറ്റവും താഴെ മുകളിലുള്ളത് അപ്പുറത്തെ നമ്മൾ ആദ്യം കണക്ട് ചെയ്ത 2 വേയുടെ അതേ സെയിം പൊസിഷനിൽ തന്നെ കണക്ട് ചെയ്യുക. സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു പ്ലഗും സ്വിച്ചും കൂടി ഇവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് സാധാ ഫേസാണ് കൊടുത്തിരിക്കുന്നത്. ആ സാധാ ഫേസ് നമ്മൾ സ്വിച്ചിലേക്ക് 1 വേ സ്വിച്ചിൽ വന്ന് നേരെ പ്ലഗ് സോക്കറ്റിലേക്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം ന്യൂട്രൽ കൊടുത്തു. ന്യൂട്രൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. പിന്നെ എർത്ത് കൂടി കൊടുത്തു. വളരെ സിമ്പിൾ കണക്ഷനാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ 2 വേനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.